ഹായ്. അപ്പോൾ ഞാനിന്ന് എന്തിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 90s കിഡ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആകാൻ ആഗ്രഹിച്ചത്, ഭാവിയിൽ ഇന്നതാവുമെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഡോക്ടർ, എൻജിനീയർ, ടീച്ചർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ അതിലൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ആഗ്രഹിച്ച ഒരു കാരണമുണ്ട്, ഒരാളുണ്ട്. അതിൽ ചിലപ്പോൾ ചില പൊസിഷനുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരൊക്കെ ഒരു എയിം എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ച വ്യക്തികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു കാര്യമായിരിക്കും. ജില്ലാ കളക്ടറാവുക, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുക. മെയിനായിട്ട് ഈ കളക്ടറൊക്കെ ആയാലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ആദ്യമായിട്ട് മഴ ചാറിയാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? സ്കൂൾ അവധി പ്രഖ്യാപിക്കണം. മീൻസ് രാവിലെ ഒരു 8 മണിക്ക് ചാറുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 10 മണിക്കാണ് സ്കൂൾ ബെല്ലടിക്കുക, 9:55 മഴ ചാറിയാൽ പോലും നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്യണം? പിരിച്ചുവിടണം. സ്കൂളിൽ ലീവാക്കണം എന്നുള്ളൊരു ഐഡിയയിലാണതിന്. പിന്നെ ആഴ്ചയിൽ ഒരു 4 ദിവസം ലീവ് പോട്ടെ, 3 ദിവസം ലീവ്, ഒരു 4 ദിവസം വർക്കിംഗ് ഡേ, ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറ്റണം. പിന്നെ വെക്കേഷൻ വേണമെങ്കിൽ ഒരു 4 മാസം ആക്കാം എന്നുള്ളൊരു ഇതിലാണ്. കാരണം നമുക്ക് ഏപ്രിൽ മെയ്യിൽ ഓക്കെ, നമുക്ക് ആഗസ്റ്റ് സെപ്റ്റംബറിലും കൂടി, കാരണം ഓണം കൂടി ഒന്ന് ആഘോഷിച്ചാൽ 2 മാസം കുറച്ച് ഗ്യാപ്പിട്ട് ഒരു 4 മാസത്തെ വെക്കേഷൻ ആക്കാം. പിന്നെ മാത്സിൻ്റെ ടീച്ചർ വരുന്ന ദിവസം നമുക്കൊരു മാന്ത്രികശക്തിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബിൽഡിങ്ങൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാനും, പിന്നെ എക്സാം ഇടുന്ന ദിവസം പെട്ടെന്ന് എന്തെങ്കിലുമായിട്ട് സ്കൂൾ വിടാനും സമരം വിളിക്കാനും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ വലിയ ഏട്ടന്മാരൊക്കെ, നമ്മൾ 5ലും 6ലൊക്കെ ആയിരുന്ന സമയത്ത്, 10ലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഏട്ടന്മാരാണ്, ഭയങ്കര നമ്മളെക്കാട്ടിൽ. ഞാനിപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കണം. അപ്പം ഞാൻ 5ലും 6ലൊക്കെ പഠിക്കുന്ന സമയത്ത് ബോംബെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ +1, +2, 10ലൊക്കെ ഏട്ടന്മാരെന്ന് പറഞ്ഞാൽ വലിയ ഏട്ടന്മാരാണ്. അവരൊക്കെ സമരം വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, ഈശ്വര ഇനിയിപ്പോൾ സ്കൂൾ ബസ് കയറി തിരിച്ച് വീട്ടിലേക്ക് പോകാമല്ലോ എന്നില്ല. ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തകൾ മാറണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിലുള്ള ജില്ലാ കളക്ടറും മുഖ്യമന്ത്രിയും ഒക്കെ മാറണം. പിന്നെ ആഴ്ചയിൽ ഇപ്പോൾ ബിരിയാണിയൊക്കെ കൊടുത്തു തുടങ്ങി കേട്ടോ. ഇപ്പോൾ സ്കൂളിൻ്റെ മോൻ കാശി 1ാം ക്ലാസ്സിലാണ്. സ്കൂൾ ബിരിയാണി, വെജ് ബിരിയാണി ഉണ്ടാവും, മുട്ട ഉണ്ടാവും, പാലുണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്ത് തോരനാണ് അമ്മ, ഇന്ന് ക്യാബേജ് തോരനാണ്, അന്ന് സാമ്പാറാണ് അമ്മ. ഞാനിവിടെ എന്തുണ്ടാക്കി, വൈകുന്നേരം എന്തുണ്ടാക്കി വെച്ചാലും കാശി പറയും, അമ്മ ഇന്ന് സ്കൂളിൽ പയറ് തോരനായിരുന്നല്ലോ. അല്ലെങ്കിൽ ഞാൻ പറയും, മോനെ ഇന്ന് ഞാൻ കുഞ്ഞിന് കുറച്ച് സോയാബീൻ, അമ്മ സ്കൂളിൽ സോയാബീൻ്റെ കറി ആയിരുന്നു. എല്ലാ വെറൈറ്റിയും അങ്ങനെ സ്കൂളിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? ഞാൻ ഇങ്ങനെ ആലോചിക്കലുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.